ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു കുക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ. ബോട്ടിയാണ് നമ്മളിന്ന് വാങ്ങിയത് കേട്ടോ. ബീഫിന് വേണ്ടി പോയതാണ്, അപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് വേവിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ, കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പുറത്ത് നോക്കി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ഹോം ടൂർ ചെയ്താലോ. നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം നിങ്ങൾ വീട് കണ്ടിട്ടില്ലല്ലോ എന്ന്. ആദ്യത്തെ വീടൊക്കെ നമ്മൾ 2-3 വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്കൂളിൻ്റെ അടുത്തായിരുന്നു കേട്ടോ നമ്മളെ ഫസ്റ്റത്തെ വീട് ഉണ്ടായിരുന്നത്, നമ്മൾ താമസിച്ചിരുന്നത്. ഈ വീട് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇത് വിദ്യാർത്ഥി ഡിഗ്രി കോളേജ്, നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ്, അടുത്ത ബിൽഡിങ്ങാണ് കേട്ടോ. ഒരു കോളേജാണ്, ഡിഗ്രി കോളേജാണ്. നമ്മൾ ഈ നിൽക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കറ പിടിച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മളിവിടെ വന്നിട്ടൊരു 15 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഒരുപാട് അലക്കാനുണ്ടായപ്പോഴേ അതൊക്കെ ഇങ്ങനെ അലക്കിയിടുകയാണ്. അപ്പോൾ അത് വിരിച്ചിട്ട സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ എടുക്കുകയെന്ന്. അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ പോണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു കോളേജ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ കോളേജിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ടില്ലേ, ഒരു ഗ്രൗണ്ട് ഫ്ലോറുള്ള ഒരു കെട്ടിടം. ഇതാണ് കേട്ടോ ഇവിടുത്തെ മുസ്ലിംസിൻ്റെ ഓഡിറ്റോറിയം, കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം. അതിനടുത്ത് തന്നെ ഉള്ളത് മറ്റൊരു കോളേജാണ് കേട്ടോ. ഇത് നമ്മളെ തൊട്ടടുത്തുള്ള നെയ്ബർ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ വന്നിട്ട് 15 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷേ താഴ്ഭാഗം, നമ്മൾ തറ ഭാഗം നിങ്ങൾ കണ്ടിട്ട് എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കരുത്. കാരണം അത് ഭയങ്കരമായിട്ട് കറ പിടിച്ചിട്ടാണ് ഉള്ളത്. നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇതിങ്ങനെ ഭയങ്കര കറയൊക്കെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോളെ കല്യാണം ഉണ്ട് അത്ര. ആ കല്യാണത്തിന് ഇവിടെ മൊത്തം ഈ അപ്പാർട്ട്മെൻറ്റ് മൊത്തം പെയിൻ്റ് അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രശ്നമില്ല, നല്ല സൗകര്യമുള്ള വീടാണ്. പിന്നെ ഈ ഒരു കറ പ്രശ്നം ഇവിടെ എല്ലാ വീടുകൾക്കും ഉണ്ട് കേട്ടോ. ബോർവെല്ലായതുകൊണ്ടായിരിക്കും. പിന്നെ തീരെ നോക്കാതെ ഇരിക്കും കൂടിയും ചെയ്യുമ്പോൾ പറയും വേണ്ട. ഏതായാലും അയിമയും ആശയും ഒന്ന് താഴെ പോയിട്ട് എന്തെങ്കിലും ഒരിക്കും വല്ല മിഠായിയോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് പോവാണ്. ഇവിടെ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നത് ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ടാവുന്നതാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു ഹാള് കണ്ടില്ലേ, ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഹാള്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാവരും കൂടെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് പണിയൊന്നും കഴിയൂലല്ലോ, അതാണ് അവസ്ഥ. പിന്നെ കുറേ അലക്കാനുണ്ട്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വെക്കാനൊക്കെ ഉണ്ട്. കിച്ചണൊന്നും കണ്ടിട്ട് ആരും ബോധം കെടണ്ട, കാരണം കിച്ചണിൻ്റെ താഴ്ഭാഗമൊക്കെ നിറയെ കറയാണ് കേട്ടോ. ഇവിടെ വേസ്റ്റ് വണ്ടി വരാറുണ്ട് വേസ്റ്റ് കൊണ്ടുപോകാൻ, പക്ഷെ ഇന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് വേസ്റ്റ് കളഞ്ഞിട്ടില്ല. ഇന്ന് ഇവിടെ വോട്ടാണ്, അപ്പോൾ പബ്ലിക് ഹോളിഡേ ആയിട്ട് കണക്ക് കൂട്ടിയത്, അതുകൊണ്ട് അവർ വന്നില്ല. 2 റൂമുകളാണ് കേട്ടോ നമ്മളെ ഈ വീടിനുള്ളത്. ഇത് കുട്ടികളുടെ റൂമാണ്, നല്ല സൗകര്യമുള്ള വലിയ റൂമാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ഭാഗത്ത് അലക്കാനുള്ളതാണ് കൂട്ടിയിട്ടിട്ടുള്ളത്, കാരണം ഈ റൂമിൻ്റെ ബാത്റൂമിലാണ് ഞാൻ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ട്, നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ദിവസം വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ബാഗിലും കവറിലൊക്കെ ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് ഒന്ന് അലക്കിയിട്ട് ഇനി മടക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും ഇതാണ് കേട്ടോ ആ റൂം. ഇതിനൊറ്റ വിൻഡോയേ ഉള്ളൂ ഈ റൂമിനെന്നല്ല മറ്റേ റൂമിനും. എല്ലാത്തും കറയാണ് കേട്ടോ. പിന്നെ പ്രശ്നമല്ല, അതൊക്കെ നമുക്ക് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഒരു കറ കളയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വാങ്ങിയാലോ പിന്നെ പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഫേസ്ബുക്കിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് കിട്ടുമോയെന്ന് അറിയില്ല. അത് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഈ കറകളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ റൂമിൽ ഒരൊറ്റ വിൻഡോയേ ഉള്ളൂ, മറ്റേ റൂമിലും അങ്ങനെ തന്നെ. ഒരുപാട് പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ട താഴ്ഭാഗത്ത് ഈ ബാത്റൂമിലേക്ക് പോകുന്ന ഈ ഭാഗത്തിൻ്റെ താഴ്ഭാഗത്താണ് സിമെൻറ്റൊക്കെ കൂട്ടിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഒരുപാട് പഴയ ബിൽഡിങ്ങാണ്. ഇതാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ റൂം. ഇവിടെയും തന്നെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമുക്ക് പിന്നെ ചോർച്ചയൊന്നുമില്ല, എന്നാലും ചുമരിനൊന്നും അവിടെ ഇവിടെയൊക്കെ കേടുപാടുകളുണ്ട്. എന്തായാലും ഇതും തന്നെ അത്ര വലിപ്പമില്ലെങ്കിൽ, ആ റൂമിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ്. പിന്നെ ഇത് മുസ്ലിംസിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, അതാണ് നമ്മൾ ഇതെടുക്കാൻ കാരണം. പിന്നെ ഇത് കിച്ചണിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്, കാരണം താഴ്ഭാഗത്ത് ഭയങ്കര കറയാണ് കേട്ടോ. ഭയങ്കര കറ എന്ന് പറഞ്ഞാൽ നല്ല കറയാണ്.
മാത്രമല്ല പാത്രങ്ങൾ അതുപോലെ തന്നെ ബാക്കി ചെയറുകൾ അതൊന്നും നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കുറേ കൊണ്ടുവരാനുണ്ട്. അത് എപ്പോഴാണെങ്കിലും വരുമ്പോൾ 12-12:30 മണിയാവും. പിന്നെ അത് കൊണ്ടുവരാനുള്ള സമയമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഏതായാലും നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ വളരെ ചെറുതായിട്ട് പെട്ടെന്നൊന്ന് എടുത്തതാണ്. നമ്മൾ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് വീഡിയോ എടുത്തു എന്ന് ഉള്ളൂ. അപ്പോൾ ദാ അവിടെ സരസ്വതി കോൺവെൻറ്റ് സ്കൂൾ എന്ന് കണ്ടില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്താണ് വലിയ മോളെ കോളേജ്. ആ സ്കൂളിനോട് ചാരിയിട്ട് നമ്മൾ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. കാരണം എന്താ വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ കൂടുന്നേ ഇല്ല. എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ കൂടുക, അതുപോലെ തന്നെ എങ്ങനെയുണ്ട് റീച്ച് ആവുക എന്നൊന്നും നമുക്കറിയില്ല. ആരും പറഞ്ഞു തരാനുമില്ല. അതിനെക്കുറിച്ച് അറിയുന്നവരില്ല താനും നമ്മളടുത്ത്. അപ്പോൾ ഏതായാലും എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യണേ.